ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സീഗഡി മച്ചിലി ക്യൂം സൂഖി നഹീം എന്ന ചാപ്റ്ററാണ്. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിലെ പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം. നോക്കിക്കേ, ബച്ച പട പട ക്യോം രോത്ത രഹത്ത. കുഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? കുട്ടി ആദ്യം നമ്മൾ ആ പാഠഭാഗം ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ആരൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ അവിടെ പറഞ്ഞതാ കുഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ടല്ലേ. അപ്പം നോക്കിക്കേ, കുഞ്ഞ് എന്തിനാ ഒത്തിരി ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഓക്കെ, എൻ്റെ ആൻസറായിട്ട് വരുന്നത് ബച്ചയ്ക്ക് പാസ് മാ നഹി ഹെ. കുഞ്ഞിൻ്റെ അടുത്ത് ആരില്ല, അമ്മയില്ല. ഉസേ ഭൂക്ക് ലഗ്തി ഹോഗി. ആ കുഞ്ഞിന് എന്ത് ചെയ്യാം? വിശന്നിരിക്കാം. ഇസലിയെ ബച്ച രോത്ത രഹ്താ ഹെ. അതുകൊണ്ടാണ് കുഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, മച്ചിലിയ അഭി ഭി സൂഖി നഹീ ഥി ക്യോം. മീനുകളൊന്നും ഇതുവരെയും ഉണങ്ങിയിട്ടില്ല, എന്തുകൊണ്ടാ എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഷായദ് മച്ചിലിയോ കോ सूखने के लिए पर्याप्त धूप नहीं मिली होगी. അവിടെ സഖിനെ എന്ന് എഴുതിയിട്ടുള്ള കേട്ടോ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അടയാളം വരണ്ട കേട്ടോ, ക്വസ്റ്റ്യനിൽ അത് കറക്റ്റായിട്ടുണ്ട്, സൂഖി. അപ്പോൾ നോക്കിക്കേ, ഷായത് ഒരു പക്ഷേ എന്താ മീൻ നമ്മൾ പഠിച്ചില്ലേ, എന്തുകൊണ്ടാണ് മീൻ ഉണങ്ങാത്ത? അതിനെന്ത് കിട്ടുന്നില്ല? ആവശ്യത്തിനുള്ള വെയിൽ കിട്ടുന്നില്ല അല്ലേ, ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള വെയിൽ കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും വെയിൽ കിട്ടാനെ? നമ്മൾ പഠിച്ചതാ. എന്തുകൊണ്ടാ? അവിടെ ഒത്തിരി പുല്ല് വളർന്നു നിൽക്കുകയാണല്ലേ. അപ്പോൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാ? മീനുകൾക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള വെയിലുകളൊന്നും കിട്ടുന്നില്ല അല്ലേ, വെയിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മച്ചിലിയാം സൂഖി നഹീന്തി. ഓക്കെ, അടുത്ത നോക്കിക്കേ, മുझसे क्यों पूछती है घास से पूछो. എന്നോട് എന്തിനാ ചോദിക്കുന്നേ? പോയി ആരോട് ചോദിക്കാനാ പറയുന്നേ? പുല്ലിനോട് ചോദിക്കാനാ പറയുന്നേ അല്ലേ. ഇത് ബൂഢി മാമിനോട് ആര് പറയുന്ന? ഈ അമ്മൂമ്മയോട് ആരാ പറയുന്നത്? മച്ചിലി പറയാണല്ലേ. എന്തിനാ അമ്മൂമ്മ എന്നോട് ചോദിക്കുന്നത്? പോയി ആ പുല്ലിനോട് ചോദിക്കൂ പറയാം. അപ്പോൾ പറയുന്നുണ്ട് ആപ് ഇസ്സേ സഹമത് ഹേ. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ മക്കളെ? നോക്കിക്കേ, അപ്പം നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ലംബി ഘാസ് കി ആഢ് മേം പട്നെ സേ മച്ചിലിയാം നഹീ സൂഖി. പുല്ലിങ്ങനെ ഒത്തിരി വളർന്നിരിക്കുന്നത് കൊണ്ട് മീനുകൾക്ക് ഉണങ്ങാനേ പറ്റുന്നില്ല, വെയിൽ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മീൻ ഈ പറഞ്ഞതോട് യോജിക്കാം അല്ലേ. മീൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്കറിയില്ല അമ്മുമ്മേ, എന്നോട് എന്തിനാ ചോദിക്കുന്നേ? പോയി ആരോട് ചോദിക്കാനാ? പുല്ലിനോട് ചോദിക്കൂ, നമുക്കിതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടല്ലേ. അത്രേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിതിനോട് യോജിക്കുന്നുണ്ട്. അടുത്ത് നോക്കിക്കേ, ബച്ചഡേ കോ ക്യോം നഹീൻ ചോടാ ഇസ് പർ ആപ്കാ വിചാർ ക്യാ ഹെ. ആ പശുക്കിടാവിനെ അഴിച്ചു വിട്ടിട്ടില്ല, ഇതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ പഠിച്ചതാണല്ലേ. നോക്കിക്കോ, ബച്ചഡേ കോ ചർനെ കെ ലിയെ രസി ഘോൽനി ചാഹിയെ. ആ പശുക്കിടാവിനെ എന്ത് ചെയ്തിട്ടേക്കാണ്? കെട്ടിയിട്ടേക്കാണ് അല്ലേ. അപ്പം അതിന് ചർനെ കെ ലിയെ, ചർന എന്ന് വെച്ചാൽ മേയാൻ വേണ്ടിയിട്ട്, അതിന് പുല്ലൊക്കെ പോയി തിന്നാൻ വേണ്ടിയിട്ട് അതിനെ കെട്ടിയിട്ടാൽ പറ്റുമോ? പറ്റില്ല. അതിനെ എന്ത് ചെയ്യണം? കയറഴിച്ചു വിടണം അല്ലേ, അതിനെ തുറന്ന് വിടണം. ബച്ച പടാ പടാ രോ രഹാത്തെ. കുഞ്ഞ് കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇസലി ഔരത്തിനെ ബച്ചടേക്ക് രസി ഘോൽന പായി. അപ്പം ആ സ്ത്രീ എന്താണ്? കുഞ്ഞിനടുത്തേക്ക് ഓടിയിരിക്കുകയാണല്ലേ. ആ സമയത്ത് പശുക്കിടാവിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ കയറൊന്നും അഴിച്ചു വിടാനായിട്ടുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എന്ത്? പശുക്കിടാവിനെ അഴിച്ചു വിടാത്തത്. ഓക്കെ അല്ലേ. അടുത്തത് നോക്കിക്കേ, കണ്ടോ, നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ലിഖേം എഴുതൂ ബൂഢിയമ്മ കിൻ കിൻ സേ മിലി. ബൂഢിയമ്മ ആരെയൊക്കെ പോയി കണ്ടത്? ബൂഢിയമ്മ ആദ്യം സീഗഡി മച്ചിലി, കണ്ടോ ഇവിടെ കറക്റ്റായിട്ടുണ്ട്, സീഗഡി മച്ചിലിയെ പോയി കാണുന്നു. അപ്പോൾ സീഗഡി മച്ചിലി പറയുന്നു എന്താ? അമ്മുമ്മേ എന്നോടല്ല, പോയി പുല്ലിനോട് ചോദിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് ആരെടുത്താണ് പോകുന്നത്? ഘാസിനോടാ പോകുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഘാസ് ആ പുല്ലിനോട് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുല്ല് പറയുന്നു, എന്നോട് എന്തിനാ അമ്മുമ്മയെ പറയുന്നത്? അമ്മുമ്മ ആരോട് പോയി ചോദിക്കാനാ? ബച്ചടാ പശുക്കിടാവിനോട് പോയി ചോദിക്കൂ. അങ്ങനെ ബൂട്ടിയമ്മ മച്ചലിയോടത്ത് പോകുന്നു. മച്ചലിയുടെ അവിടെ നിന്ന് ഘാസിൻ്റെ അടുത്ത് പോകുന്നു. ഘാസിൻ്റെ അവിടെ നിന്ന് എവിടെ നിന്നാണ് പോകുന്നത്? ബച്ചട അല്ലേ. അപ്പം ബച്ചടയുടെ അവിടെ നിന്ന് ആരാ പോകുന്നത്? ആരുടെ അടുത്തായിട്ടാണ് പോകുന്നത്? മച്ചുവാരിൻ, അതായത്
ആ സ്ത്രീ അല്ലേ, ഔരത്തെന്ന് നമുക്ക് പറയാം, മച്ചുവാരിനെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ സ്ത്രീ അവരെന്താ പറയുന്നത്, ഈ കുഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, കുഞ്ഞിനോട് പോയി ചോദിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് ബെച്ച കുഞ്ഞിനെ അടുത്തോട്ട് വരുന്നു. കുഞ്ഞ് പറയുന്നു, എന്താ, എന്നെ ഉറുമ്പ് ഭയങ്കരമായിട്ട് കടിച്ചുകൊണ്ടിരിക്കുക അല്ലേ, അപ്പോൾ നിങ്ങൾ ആരോട് പോയി ചോദിക്കൂ, ഉറുമ്പിനോട് പോയി ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ ചീണ്ടി ഉറുമ്പിനടുത്തോട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ. ആ, അപ്പോൾ അടുത്തതിലൂടെ നമുക്ക് പോവാം. നോക്കിക്കേ, രംഗത്തെ ഉചിത് സംവാദ് സേ ജോഡെ. ഇത് കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് ആരുടെയൊക്കെ വേർഡ്സാണ്, ആരുടെയൊക്കെ ഡയലോഗാണ് ഇതിലുള്ളതെന്ന് കറക്റ്റായിട്ട് യോജിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളറിൽ ഞാനിത് വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ നോക്കാം. जब बच्चे ने रोना ही बंद नहीं किया तो मैं बछड़े को कैसे छोड़ती. കുഞ്ഞിങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ ഞാൻ എങ്ങനെയാ പശുക്കിടാവിനെ അഴിച്ചു വിടുന്നത്? ഇതാരാ പറഞ്ഞേക്കുന്നത്? ചീണ്ടി, ഉറുമ്പാണോ പറയുന്നത്? ബച്ചയാണോ പറയുന്നത്? അല്ല അല്ലേ, ഔരത്താ. കണ്ടോ, ഇതിനെ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. റെഡ് ഇങ്ക് കൊണ്ടാണ് കേട്ടോ വരച്ചേക്കുന്നത്. ഔരത്ത്, സ്ത്രീ പറഞ്ഞേക്കുവാണ്. അടുത്തത് നോക്കിക്കേ, അടുത്ത താഴെയുള്ള ഡയലോഗാണ്. ബച്ചടേനെ മുझे नहीं खाया तो मैं क्या करूं. എന്ത്, പശുക്കിടാവ് എന്നെ കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഇതാരാ പറയുന്നത്? ഘാസ്, പുല്ല് പറയാട്ടോ. നിങ്ങൾക്കിതിൽ കളറൊക്കെ ചെയ്യാവേ. ഘാസ് പറയുക. അടുത്ത നോക്കിക്കേ, ഘർക്കെ ഔരത്തിനെ മേരി രസി നഹി ഖോലി തോ മേ ക്യാ കരും. ആ വീട്ടിലെ സ്ത്രീ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ കയറൊന്നും അഴിച്ചു വിട്ടിട്ടില്ല, അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? കണ്ടോ, ബ്ലൂ എങ്കിൽ വരച്ചിട്ടുണ്ട്. ആരാ പറയുന്നത്? ബച്ചട പറയുവാണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, തും ചടായിക്കോ ലെപ്പേഡ് ലോ ഓർ മുझे ജാനേ ധോ. നിങ്ങളെന്താ ആ വിരിച്ചിരിക്കുന്ന വിരിപ്പ് എടുത്ത് മാറ്റൂ, എന്നിട്ട് എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് ആര് പറയുന്നുണ്ട്? ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ആരാ? ചീണ്ടി. കണ്ടോ, ബ്ലാക്ക് ഇങ്കിൽ വരച്ചിട്ടുണ്ട്. ചീണ്ടി ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയല്ലേ ചീണ്ടി. നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അടുത്തതിലോട്ട് പോവാം. നീച്ചെ ദിയേ ഗയേ വാക്യ പർ ധ്യാൻ ദേ. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസ് വളരെ ശ്രദ്ധയോടെ നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബൂഢി അമ്മ മച്ചലിയോങ്കു സുഖാ രഹി ഥി. ബൂഢി അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? മീനുകളെ ഇങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പാഠഭാഗത്ത് ഏസേ വാക്ക് ചുൻകർ ലിഖെ. നിങ്ങളോട് കണ്ടോ, അല്ല ഈ പാഠഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താ മക്കളെ? നോക്കിക്കേ, കണ്ടോ, ഇവിടെ സുഖാരഹിധി എന്നാ പറഞ്ഞേക്കണേ അല്ലേ, ഉണക്കാൻ ഇട്ടിരുന്നു എന്നാ പറഞ്ഞത്, മീനുകളെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നു. ലാസ്റ്റ് കണ്ടോ, രഹീധി എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സെൻറ്റൻസുകൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിക്കേ. കണ്ടോ, പാഠഭാഗത്ത് നിന്ന് എടുത്തെഴുതിയ സെൻറ്റൻസുകളാണ്. ബച്ച ഏക്ക് ചടായി പർ പടാ പടാ രോ രഹാ ഥാ. കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലേ. കുഞ്ഞെന്ത് ചെയ്യായിരുന്നു? നേരത്തെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ രഹാ ഥാ, രഹീതി, രഹീതി കണ്ടോ, ലാസ്റ്റ് അങ്ങനെ വരുന്നതാ. അടുത്ത നോക്കിയേ, വഹേക്ക് ഹാത്ത് സെ ബച്ചേക്കോ സഹല രഹീതി. ആ ബൂഢി അമ്മൂമ്മ ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ ഇങ്ങനെ തട്ടി ഇരിക്കുകയാണ്, കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ലാസ്റ്റ് രഹീതി, ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അടുത്ത് ദൂസരേസെ കൗക്കോ ഭഗാ രഹീതി. മറ്റ് കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു? കാക്കകളെ ഓട്ടിക്കുകയായിരുന്നു. ഓക്കെ, കണ്ടോ, അപ്പം രഹീതി, രഹാഥ, രഹീതി, ആ വേർഡ്സ് അങ്ങനെ വരുന്ന സെൻറ്റൻസുകൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത നോക്കിയേ, ഏസെ അധിക വാക്യ ബനായേ. നോക്കാം. ആദ്യത്തെ ഭാഗത്തിൽ മച്ചുവാര ആ രഹാ ഹെ. ഇപ്പുറത്ത് നോക്കിക്കേ, മച്ചുവാര ആ രഹാഥ എന്ന. ഇവിടെ നോക്കിക്കേടാ, നമുക്കിത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇവിടെ നോക്ക്, രഹാഹെ എന്നാണ് പറഞ്ഞേക്കുന്നത്. രഹാഹെ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹേ നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് പ്രസൻറ്റ് ടെൻസാണ്. ഥ എന്ന് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നില്ല, മുന്നേ ചെയ്തിട്ടുണ്ട്, അതായത് പാസ്റ്റ് ടെൻസാണ്, കഴിഞ്ഞു പോയ കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഥ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹേ എന്ന് പറയുമ്പോൾ വർത്തമാനകാലം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എന്താ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നിങ്ങളിപ്പോൾ എന്താ ഈ ക്ലാസ് കാണുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തിയല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഹേ യൂസ് ചെയ്യുന്നത്. മുന്നേ നിങ്ങൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിരുന്നു അല്ലേ, ഇപ്പോൾ കണ്ടോ? ഇല്ല, ഇപ്പോൾ കാണുന്നില്ല അല്ലേ, ആ ക്ലാസ് നിങ്ങൾ മുന്നേ കണ്ടതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഥ ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഹേ മാറ്റിയിട്ട് അവിടെ ധ ആക്കി എഴുതാനാണ്, വളരെ എളുപ്പമാണ്. നോക്കാം, നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിക്കേ. മച്ചുവാരിൻ ആ രഹി ഹേ. കണ്ടോ,
അതിൻ്റെ അവിടെ രഹീഹെ മാറ്റിയിട്ട് രഹി ധീ എന്നാക്കിയാൽ മതി. 2 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ബാക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. ബച്ചട ഖാ രഹാ ഹെ. ബച്ചട പശുക്കിടാവ് എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ഇപ്പോഴും കഴിക്കുന്നുണ്ട് അത്. ബച്ചട ഖാ രഹാ ഥ. കണ്ടോ, ഹാ രഹ ഥ, അവിടെ മുന്നേ കഴിക്കുകയായിരുന്നു അല്ലേ, കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പം കഴിക്കുന്നുണ്ടോ, ഇല്ല. അടുത്ത് ബൂഢി അമ്മ ബൈഡ് രഹി ഹെ. അമ്മ അവിടെ ഇരിക്കുകയാണ്. ബൂഢി അമ്മ ബൈഡ് രഹി ധി. കണ്ടോ, നേരത്തെ ഇരുന്നു എന്നാണ്. രഹ വന്നാൽ ധായും രഹി വന്നാൽ ധീയും നമ്മൾ എഴുതും കേട്ടോ. അടുത്ത് ചീണ്ടി ചൽ രഹി ഹെ. ഉറുമ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പൊക്കോണ്ടിരിക്കുകയാണ്. ചീണ്ടി ചൽ രഹി ധി, നേരത്തെ അതുവഴി അല്ലെ, നേരത്തെ പോയതാ എന്ന രീതിയിൽ വരുന്നു. കൗവ ഭാഗ് രഹാ ഹെ. കണ്ടോ, ആ രഹാ ഹെ മാറ്റിയിട്ട് കൗവ ഭാഗ് രഹാ ധാ. ഇത്രയേ ഉള്ളൂ, എളുപ്പമല്ലേ. അടുത്തത് നോക്കിക്കേ. ശബ്ദ ഢൂണ്ടേ ലിഖേ. നിങ്ങളോട് ഇങ്ങനെ തന്നിട്ടുണ്ട്, കണ്ടോ, വേർഡ്സൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് വേർഡ്സ് കണ്ടെത്താനാണ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ ഇങ്ക് വെച്ചിട്ടും റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം. ആദ്യത്തേത് ഏതാ, ഖാസ്. കണ്ടോ, ഖാസ്, സമുദ്ര. ആ വരച്ചേക്കുന്ന ഇങ്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ താഴെയുള്ള വേർഡ്സ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, എളുപ്പത്തിന്. കണ്ടോ, സീഗഡി, മച്ചുവാര, ചടായി, ബരാമദ, രസി. ഇതിൻ്റെ മീനിങ്സ് അറിയാലോ. ഘാസ് എന്ന് വെച്ചാൽ എന്താ, ഗ്രാസ്, പുല്ലെന്നാണ്. സമുദ്രം എന്ന് വെച്ചാൽ നമുക്കറിയാം കടലാണ്. സീഗഡി മച്ചിലി, ഓക്കെ. മച്ചുവാര മുക്കുവൻ എന്ന് പറയല്ലേ, മീൻ പിടിക്കുന്ന ആളാണ്. ചടായി വിരിപ്പ്, ബരാമദ എന്താ, അവിടെയുള്ള വരാന്ത. രസി കയറാണ്. ബൂഢി എന്താ, അമ്മുമല്ലേ, വൃദ്ധയായ സ്ത്രീ. മച്ചലി മീൻ. മച്ചുവാരൻ എന്താ, മച്ചുവാരയുടെ വൈഫാണല്ലേ, സ്ത്രീലിംഗവാത്. ചീണ്ടി എന്ന് വെച്ചാൽ ഉറുമ്പ്. ജാൽ വല. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സമച്ചേ ചുൻകർ ലിഖേ. ഇവിടെ നിങ്ങൾക്ക് പറയുന്നത് ഒരു ഭാഗത്തുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്, എന്നിട്ട് ആ ബോക്സിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. പുല്ലിംഗവും സ്ത്രീലിംഗവും, അതായത് പുരുഷവാചകങ്ങളെ നമ്മൾ പുല്ലിംഗം എന്ന് പറയും, സ്ത്രീ സൗണ്ടിനെയാണ് സ്ത്രീലിംഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മച്ചുവാര എന്ന് പറഞ്ഞാൽ എന്താ, മീൻ പിടിക്കുന്ന ആള്, മുക്കുവൻ എന്നാ പറയുന്നത്. അതിൻ്റെ സ്ത്രീലിംഗം ആരാ, മച്ചുവാരയുടെ വൈഫിനെ നമുക്ക് എന്തെന്ന് പറയാം, മച്ചുവാരിൻ എന്ന് പറയാം അല്ലേ. അടുത്ത നോക്കിയേ, പതി. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്. പതിയുടെ സ്ത്രീലിംഗം എന്താ, പത്നി, ഭാര്യ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ മകൻ, മകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഭർത്താവ്, ഭാര്യ. അടുത്തതുണ്ട്, കണ്ടോ, ബച്ച മകൻ, ബച്ചി മകൾ. ബൂഢ വയസ്സായ ആളല്ലേ, വൃദ്ധൻ. ബൂഢി വൃദ്ധ. ഓക്കെ അല്ലേ. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ, മച്ചുവാര മച്ചുവാരിൻ, പതി പത്നി, ബച്ച ബച്ചി, ബൂഢ ബൂഢി. ഓക്കെ അല്ലേ. അടുത്തത് നിങ്ങളോട് പറയുന്നുണ്ട്, ചിത്രകഹാനി ബനായി. നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ ആയാലും ചിത്രകഥ അല്ലേ, ചിത്രകഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചിത്രം നോക്കിയിട്ട് അത് വെച്ചിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ആദ്യം തന്നെ നമുക്കറിയാം അല്ലേ, ഇവിടെ കാണാൻ പറ്റുന്ന എന്താ, ഒരു ഭയങ്കരമായിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. ആ വെയിലേറ്റിട്ട് പൂ എന്ത് ചെയ്യുന്നുണ്ട്, അയ്യോ വാടിക്കിടക്കുക അല്ലേ, വാടിക്കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അതിനോട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ പൂവിനെ നല്ല എന്താക്കാനായിട്ടാണ്, ആരോഗ്യം അല്ലേ, ആ വാടിയ പൂവിനെ നന്നായിട്ട് നിവർത്താൻ വേണ്ടിയിട്ടല്ലേ. നമ്മളൊക്കെ ഇപ്പം വെള്ളം കുടിക്കാണ്ട് ഭയങ്കര ക്ഷീണിച്ച് നടക്കുക അല്ലേ. വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു എനർജിയൊക്കെ കിട്ടില്ലേ. അപ്പോൾ അതുപോലെയാണ്. അത് കഴിഞ്ഞിട്ട് പൂ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, നല്ല ആരോഗ്യത്തോടെ നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ലഡ്കി സന്തോഷിക്കുന്നു. അതാ കേട്ടോ, ഇവിടെ സൂചകങ്ങൾ തന്നിട്ടുണ്ട്. കണ്ടോ, ജൽത്ത സൂരജ്, മുർച്ചായ ഭൂൽ. നമുക്ക് നോക്കാം. ആദ്യത്തത് കണ്ടോ, ഏക് ദിൻ സൂരജ് തേസ് ജൽ രഹാ ഥാ. ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് വെയിലടിക്കില്ലേ, ആ സമയത്താണല്ലേ കൂടുതൽ പൂക്കളൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വാടിപ്പോകുന്നത്. സൂരജ് കി തേസ് ഗർമി സെ ഭൂൽ മുർച്ചായ ഹുവാ ഥ. മുർച്ചായ ഹുവ എന്ന് വെച്ചാൽ വാടിപ്പോകുന്നു. സൂര്യൻ്റെ ഇത്രയും കടുത്ത വെയിലേറ്റ് അല്ലെങ്കിൽ ചൂടേറ്റിട്ട് പൂവ് എന്ത് ചെയ്യുന്നുണ്ട്, വാടിപ്പോകുന്നുണ്ട്. അങ്ങനെ മുർച്ചായ ഭൂൽക്കോ ദേഖ്, വാടിപ്പോയ പൂവിനെ കണ്ടിട്ട് ലഡ്കീനെ പൗദേക്കോ സീഞ്ച് ദിയ. പെൺകുട്ടിയല്ലേ, ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, പൗദേക്കോ ചെടി നനയ്ക്കുന്നു, അതായത് ചെടിക്ക് വെള്ളമൊഴിക്കുന്നു. പാനി മിൽത്തേ ഹി ഭൂൽ ഖില്ലുടാ. അതായത് വെള്ളം കിട്ടിയപ്പോഴത്തേനും തന്നെ കുറച്ച് സമയത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പൂവ് നന്നായിട്ട് വിടർന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഭൂൽ കെ ഖിൽത്തേ ഹി ലഡ്കി ഖുഷ് ഹോ ഗയി. അങ്ങനെ ആ വിടർന്ന പൂവിനെ കണ്ടപ്പോൾ, നേരത്തെ വാടി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അങ്ങനെ വിടർന്ന പൂവിനെ കണ്ടപ്പോൾ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി.
ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനെ നിങ്ങളൊരു ബുക്കിലായിട്ട് ഇങ്ങനെ സ്റ്റോറി പോലെ എഴുതിയാൽ മതിയാവും. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം. നിങ്ങളോട് പോസ്റ്റർ ബനായി എന്ന് പറഞ്ഞേക്കണം. കണ്ടോ? കച്ചറ മുക്ത് കേരൾ ധർത്തി ഹമാരി ഹി നഹി മാനേ വാലി പീഡിയോ കോഫി ഹെ. ആദ്യം നമ്മൾ പോസ്റ്റർ എഴുതുമ്പോൾ എന്താ എഴുതേണ്ട? ഇതിപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഈ ഭൂമി നമുക്ക് മാത്രമല്ല അല്ലേ, പിന്നെ ആർക്കാ? വരുന്ന തലമുറയ്ക്കും കൂടി നമ്മളിത് സംരക്ഷിച്ച് വെക്കണം. നമ്മൾ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ബോക്സ്, ഒരു കോളം നന്നായിട്ട് വരയ്ക്കുന്നു, വലിയ ഹെഡിങ് കൊടുക്കുന്നു, അതിലെ തീം എന്താണോ അത് ജസ്റ്റ് എഴുതുന്നു. ഹെഡിങ് കൊടുക്കുമ്പോൾ കുറച്ച് വലിയ ഫോൺ സൈസിലായിരിക്കും എഴുതുന്നത്. തീം എഴുതുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ചെറിയ സൈസിലായിട്ട് എഴുതും. ഓക്കെ, എന്നിട്ട് ആ സ്പേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കുക. ഭയങ്കര ആകർഷകമായിട്ടായിരിക്കും പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഓക്കെ അല്ലേ? കച്ചറ മുക്ത കേരളം എന്ന് വെച്ചാൽ എന്താ? മാലിന്യമുക്തമായ കേരളം, മാലിന്യമൊന്നും ഇല്ലാത്ത കേരളം എന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ? ഈ ഭൂമി നമുക്ക് മാത്രമല്ല വരുന്ന തലമുറകൾക്കും കൂടി ഉള്ളതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട് ധർത്തിക്കോ പെച്ചാനെ കെ ലിയെ ക്യാ ക്യാ കർ സക്തേ ഹേ. നമ്മുടെ ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ്? വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? പ്ലാസ്റ്റിക് ഇസ്തേമാൽ കം കരെ. നമ്മളെ വീട്ടിൽ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് കുറയ്ക്കാം. പ്ലാസ്റ്റിക് കച്ചറെ ന ജലായേ. പ്ലാസ്റ്റിക് കച്ചറെ അതായത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കത്തിക്കാനായിട്ട് പാടില്ല. ഓക്കെ, സ്കൂളിൽ എന്ത് ചെയ്യാം? കക്ഷാക്കോ സാഫ് രഹേ. നമ്മൾ ഇരിക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം ഭയങ്കര വൃത്തിയായിട്ട് നമുക്ക് എപ്പോഴും സൂക്ഷിക്കാം അല്ലേ? എല്ലാവരും കൂടെ വിചാരിച്ചാലല്ലേ ശരിയാവുള്ളൂ. ഓക്കെ, ഇനി സൊസൈറ്റിയിൽ നമുക്ക് എന്താ ചെയ്യുക? അതായത് പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പം കൂടാ കച്ചറ നദി ലിയോമേ ന ഫേങ്കെ. നമ്മൾ ഈ ചവറുകളൊക്കെ ഇല്ലേ, അതൊന്നും വെള്ളത്തിലൊന്നും വലിച്ചെറിയരുത്, അല്ലെങ്കിൽ റോഡ് സൈഡിലൊന്നും എറിയരുത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? നീറ്റായിട്ട് സൂക്ഷിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും ഇത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ഓക്കെ, താങ്ക് യു.